എൻ്റെ പേര് ലിറ്റി. ഞാൻ തൃശ്ശൂർ ജില്ലയിലെ കുറ്റിക്കാട് ഫൊറോന ദേവാലയ ഇടവാംഗമാണ്. ഞാൻ 2024 മുതലാണ് അത്ഭുത ജപമാല കണ്ടു തുടങ്ങിയത്. ഇത് കണ്ടു തുടങ്ങാൻ കാരണം എനിക്ക് മിക്ക ദിവസങ്ങളിലും യൂറിൻ ഇൻഫെക്ഷനാണ്. ഇതിങ്ങനെ കണ്ടു തുടങ്ങിയപ്പോൾ ഞാൻ ഈ വോയിസ് മെസ്സേജിൻ്റെ സാക്ഷ്യങ്ങൾ കേട്ട് തുടങ്ങിയപ്പോൾ എനിക്ക് തോന്നി ഞാനും ഇങ്ങനെ തന്നെ ചെയ്തേക്കാം ഈശോയെ. എൻ്റെ യൂറിൻ ഇൻഫെക്ഷൻ മാറ്റാണെങ്കിൽ ഞാൻ ഇങ്ങനെ ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചു. അങ്ങനെ കുറേ നാൾ, ഒരു വർഷത്തോളം കഴിഞ്ഞു. ഞാൻ സാക്ഷ്യപ്പെടുത്തിയില്ല. സൗഖ്യം കിട്ടി, സാക്ഷ്യപ്പെടുത്തിയില്ല. സാക്ഷ്യപ്പെടുത്താതിരിക്കുന്ന സമയത്ത് അച്ഛൻ വീണ്ടും വന്നു. അപ്പോൾ ഈ കഴിഞ്ഞ ജനുവരിയിൽ വീണ്ടും അത് വന്നു. അപ്പോൾ ഈ കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ അത്ഭുത ജപമാല കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് അച്ഛൻ പറയാണ്, ലിറ്റി എന്ന മകളോട് കിട്ടിയ സൗഖ്യം അനുഗ്രഹം സാക്ഷ്യപ്പെടുത്താൻ കർത്താവ് പറയുന്നു. വീണ്ടും അച്ഛൻ ആ വാചകം തന്നെ 2 പ്രാവശ്യം ഫസ്റ്റ് മെസ്സേജിൽ പറഞ്ഞു. അപ്പം ഞാൻ എൻ്റെ ജീവിത പങ്കാളിയോട് പറഞ്ഞു, ഇത് ഞാൻ തന്നെയാണ് കേട്ടോ, ഞാൻ പോവാണ്, അടുത്ത മാസം സാക്ഷ്യം പറയാൻ പോവാണ്. കഴിഞ്ഞ മാസമാണ് ഞാൻ ആദ്യമായിട്ട് ഇവിടെ വന്നത്. പരിയാരം എലിഞ്ഞപ്ര ദേവാലയങ്ങളിലൊക്കെ നടന്ന കൺവെൻഷനിലൊക്കെ ഞാൻ പങ്കെടുക്കാറുണ്ട്. പക്ഷേ എനിക്ക് ഇങ്ങോട്ട് വരാനായിട്ടൊരു മടിയോ എന്തെന്നാ പറയുക, ആരും കൂട്ടിയില്ല എന്നുള്ള ധാരണയിൽ ഇത് പിന്നെ എപ്പോഴെങ്കിലുമൊക്കെ പറയാം എന്നുള്ള കണക്കിലിരിക്കുമ്പോഴാണ് അച്ഛൻ്റെ ഈ മെസ്സേജ്. അതേപോലെ എന്ത് കാര്യത്തിന് ഞാൻ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചാലും ഞാൻ സാക്ഷ്യം പറയാൻ മടി കാണിക്കുമ്പോഴേക്കും അച്ഛൻ അപ്പം തന്നെ എൻ്റെ പേരടക്കം വിളിച്ച് പറയാണ്. അതേപോലെ ഭൂതാചാരണ വസ്തുക്കൾ ഉപയോഗിച്ചിട്ട് ഞാൻ സാക്ഷ്യം പറയാന്ന് തീരുമാനം എടുത്തപ്പോൾ ആ രോഗം മാറി. നല്ലൊരു കണ്ടോ, സാക്ഷ്യം പറയാൻ തീരുമാനം എടുത്തപ്പോൾ വീണ്ടും ആ രോഗം മാറി. പറയാൻ വൈകിയതിന്റെ പേരിൽ വീണ്ടും എന്നെ കാണിച്ചു തരാണ്, ആ അസുഖം വീണ്ടും കാണിച്ചു തരാണ്. അപ്പൊ ഭൂതച്ചാടന വസ്തുക്കൾ ഉപയോഗിച്ചപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ എന്നും ഈ പന്നേലി വന്ന് പെരക്ക് ചുറ്റും കുത്തലും സിറ്റ് ഔട്ടിലും വർക്ക് ഏരിയയിലൊക്കെ കയറി കാഷ്ടിച്ചിടും. നേരം വെളുക്കുമ്പോൾ അടുക്കളയിൽ പോണതിന് മുമ്പ് ഞാൻ ചെയ്യണത് ഇതിന്റെ കാട്ടം ഇങ്ങനെ അടിച്ചു വാരിക്കൊണ്ട് വാരിക്കളയില്ല, ചവിട്ടിക്കൂട്ടിലെ പണി. അപ്പം ഞാൻ ഈ ഉപ്പും അന്നവെള്ളമൊക്കെ എടുത്ത് അങ്ങ് തെളിച്ചിട്ട് വിശ്വാസപ്രമാണം ചൊല്ലിയിട്ട് അടുക്കളയിലേക്ക് കയറാറ്. ഇപ്പോൾ ഒരു കൊല്ലം കഴിഞ്ഞു. അപ്പം ഞാൻ ഓർക്കും, ദൈവമേ ഈ സാധനങ്ങളൊക്കെ എവിടെ പോയാവോ. അപ്പം എനിക്ക് നല്ല ഉറച്ച വിശ്വാസമായി ഭൂതോച്ചാടന വസ്തുവിൻ്റെ ഒരു അത്ഭുതം തന്നെയാണെന്ന്. നല്ലൊരു കയ്യടി കൊടുത്തേ കണ്ടോ. അപ്പം പിന്നെ ഈ കഴിഞ്ഞ ആഴ്ചയിൽ ഞങ്ങളുടെ ഒരു ബെഡ്റൂമിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു വാഷ് ബേസിൻ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് അധികം ഉപയോഗിക്കാറൊന്നുമില്ല, എന്നാലും ഇതിൻ്റെ ഉള്ളിൽ നിന്ന് എപ്പോഴും സ്മെല്ല് വരും. ഞാൻ ഇതിൻ്റെ ഉള്ളിൽ ഡെറ്റോൾ ഒഴിക്കും, എന്തെല്ലാം മരുന്നുണ്ട് അതൊക്കെ ഒഴിക്കും. ആരെങ്കിലും അകത്ത് ഹാളിൽ വന്നിരിക്കുമ്പോൾ ഞാൻ ഏറ്റവും മുമ്പ് ചെയ്യുന്നത് സ്പ്രേ എടുത്തടിക്കും. കാരണം ഈ സ്മെല്ല് വരുമ്പോൾ ആൾക്കാർ വിചാരിക്കില്ലേ ഇത് എന്താ ഇവിടെ ഇങ്ങനെ ചീഞ്ഞ മണമെന്നൊക്കെ. അപ്പോൾ ഈ കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ അത്ഭുത ജപമാല കൂടിണ്ടിരിക്കുന്ന സമയത്ത് ആ ബെഡ്റൂമിൽ അവിടെ തന്നെ ഇരുന്നേ. അപ്പോൾ അച്ഛൻ പെട്ടെന്ന് വിളിച്ച് പറയാണ്, ബെഡ്റൂമിൽ നിന്ന് കിടക്കുന്ന അടുത്ത് തന്നെ ഒരു വാഷ് ബേസിൻ സെറ്റ് ചെയ്തിട്ടുണ്ട്, അവിടെ നിന്ന് വരുന്ന ദുർഗന്ധം കർത്താവ് പൂർണ്ണമായിട്ട് എടുത്തു മാറ്റുന്നു എന്ന്. അപ്പം ഞാൻ ജീവിത പങ്കാളിയും കൂടെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞേ, ഇത് നമ്മുടെ വീട് തന്നെയാണ്, ഇതൊക്കെ സാക്ഷ്യം പറയാൻ ഞാൻ പോവാണ് കേട്ടോ എന്നും പറഞ്ഞ് അങ്ങനെ ഇന്ന് രാവിലെ പോന നിമിഷം വരെ ഞാനിപ്പോൾ 2-3 ആഴ്ച ഇത് കേട്ടിട്ട്, അച്ഛൻ്റെ മെസ്സേജ് കേട്ടിട്ട് ഇതുവരെ ഇന്ന് രാവിലെ പോന നേരം വരെ ഞാൻ അതിങ്ങനെ ഉണ്ടോന്നൊക്കെ അറിഞ്ഞിട്ടൊക്കെ പോകുന്നത്. ഇന്ന് അത്ഭുതങ്ങളായ സാക്ഷ്യങ്ങൾ തന്നതിന് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും ഞാൻ 1000 നന്ദി പറയുന്നു.